ബാക്ക് പാർട്ടിൽ നമ്മൾ സിബ് കൂടി വെക്കാനുള്ളതാണ്. അതുകൊണ്ട് അതും സീക്രട്ട് സിബാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, നമ്മുടെ ലൈനിങ് ക്ലോത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ലൈനിങ് ക്ലോത്ത് നമുക്ക് ഇപ്പം തന്നെ വേണമെന്നില്ല. നമുക്ക് ഈ 2 ക്ലോത്താണ് ഇപ്പോൾ വേണ്ടത്. നമ്മളിത് കറക്റ്റ് ഒരു അളവിലല്ല വെട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മെയിൻ കറക്റ്റ് അളവ് എന്ന് പറയാൻ. ഈ ഒരു പീസാണ് നമ്മുടെ കറക്റ്റ് അളവ്. ബാക്കിയുള്ളത് നമുക്ക് ജസ്റ്റ് ഇവിടെ നമ്മൾ കൂടുതലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കത് എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് വരാം. ഈ ഒരു പീസ് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പൊള്ളപ്പില്ലാണ്ട് നോക്കണം കഴിഞ്ഞാൽ രണ്ടും നമ്മൾ ഇങ്ങനെ ചുറ്റോറ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും ഭാഗം അങ്ങനെ കൂടി നിൽക്കും, പൊള്ളിക്കും. അതിൽ വൃത്തിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. കറക്റ്റായി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇതിനെ കറക്റ്റ് തന്നെയാണോ എന്ന് നോക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. തടുതിൻ്റെ സെൻറ്റർ ഭാഗം, ആ സെൻറ്റർ ഭാഗം നമുക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഇവിടുത്തെ സെൻറ്റർ ഭാഗം ഇവിടെയാണ്. ഇതും കൂടി പിടിച്ചിട്ടൊന്ന് ഉണ്ടോ, അതായത് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗമാണ്. ഈ മാറി തൊട്ടത്തേക്കും ഓരോ സ്റ്റിച്ച് ഇട്ടിട്ട് അപ്പോൾ ഈ സെൻറ്റർ ഭാഗം നമുക്ക് കിട്ടി. ഞാൻ സെൻറ്റർ ഭാഗമായിട്ട് കട്ട് ചെയ്യാം. അത് കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിൽ സിബ് വെക്കാം. ഇവിടുന്ന് താഴേക്ക്, അതായത് നമ്മുടെ സിബ് ഇങ്ങനെയാണ് വരിക. ഈ സിബിൻ്റെ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സിബ് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് മറിച്ചിട്ടാണ് വെക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഈ ഒരു പീസിനെ ഇങ്ങോട്ടേക്ക് മറിച്ചിട്ടാണ് വെക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി ചെയ്ത് കാണിക്കാം. അതായത് ഈ സിബിനെ ഈ ഭാഗം അങ്ങോട്ടേക്കും ഈ ഭാഗം ഇങ്ങോട്ടേക്കും ആയിട്ടാണ് വെക്കേണ്ടത്. നമുക്കൊരു ഭാഗം ആദ്യം ചെയ്തിട്ട് വരാം. ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇതിനെ മറുപുറം, ഇതിൻ്റെ നല്ല ഭാഗമാണിത്, നല്ല വശമാണിത്. ആ നല്ല വശത്തിന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതിനെ മറിച്ച്, ഇപ്പോൾ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തില്ലെങ്കിലും ആദ്യം നിങ്ങൾ ഈ സിബിനെ ജസ്റ്റ് ഒന്നുകൂടെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫുള്ളായിട്ട് അറ്റാച്ച്, അതായത് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം വെച്ച് ഫൂട്ട് മാറ്റി സ്റ്റിച്ച് ചെയ്യണമെന്നൊന്നും ആദ്യം ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇവിടെ വെച്ച് പിടിപ്പിക്കാം. കമഴ്ത്തി വെച്ചിട്ട് സിബിനെ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് വരാം. നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ച് വരാം. അതിനുശേഷം നമുക്ക് സിബിൻ്റെ ഫൂട്ട് മാറ്റി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ.
നമ്മൾ സിബിനെ നല്ല വശത്തേക്ക് കമത്തി വെച്ചിട്ടാണ് തയ്ച്ചത്. കണ്ടില്ലേ, കമത്തി വെച്ചിട്ടാണ് തയ്ച്ചത്. ഇങ്ങനെയാണ് ഇപ്പോൾ ഇത്രത്തോളം സിബിൻ്റെ അറ്റഭാഗം കാണുന്നുണ്ട്. കാരണം കാണരുത്, അതിനെ നമ്മൾ ഫുട്ട് മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് രണ്ടാമത്തെ വശമാണത്. ഈ വശത്തിന് ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മറിച്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. സിബിനെ കമത്തി വെച്ചിട്ട് തയ്ച്ചെടുക്കാം. രണ്ട് സൈഡും തയ്ച്ച് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൺഫ്യൂഷൻ കഴിഞ്ഞു. ഇനി ഓപ്പൺ ചെയ്താലും മറ്റുള്ളത് നിങ്ങൾക്ക് തിരിഞ്ഞ് മറിഞ്ഞ് പോകുന്നില്ല. ഇനി ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും സിബിൻ്റെ ഏത് ഭാഗമാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. ജസ്റ്റ് ഒന്നിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫൂട്ട് മാറ്റാം. ഈ ഒരു ഫൂട്ടിലല്ല നമ്മളിത് ശരിക്കും സ്റ്റിച്ച് ചെയ്യേണ്ടത്. നോർമൽ ഫൂട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതാണ് സിംഗിൾ ഫൂട്ട്, സിബിൻ്റെ ഫൂട്ടാണിത്. ഇത് ആഡ് ചെയ്ത് കൊടുക്കാം, അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സിബിനെ ധൈര്യമായിട്ട് ഓപ്പൺ ചെയ്യാം. കാരണം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വശത്താണ് തയ്ക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല, കൺഫ്യൂഷൻ വരില്ല. കാരണം ഓൾറെഡി നമുക്ക് അറ്റാച്ച് ചെയ്ത സാധനമാണല്ലോ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഫുൾ ഓപ്പൺ ചെയ്ത് വെക്കാം. ഓക്കെ, ഫുൾ ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ അറ്റാച്ച് ചെയ്ത് വെച്ചതിൻ്റെ എത്രത്തോളം ലാസ്റ്റ് ഭാഗത്തു കൂടെ സ്റ്റിച്ച് ചെയ്ത് വരാൻ പറ്റും അത്രത്തോളം സ്റ്റിച്ച് ചെയ്ത് വരാം നമ്മൾ ഈ ഫൂട്ട് വെച്ചിട്ട്. ഈ ഒരു ഭാഗം തന്നെ ചുരുണ്ടിട്ടായിരിക്കും വെക്കാം. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് വല്ലാണ്ട് നീർത്തി കയറ്റിയടിക്കാനും പാടില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് സിബൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഒരു വശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഈ വശം കൂടി അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഈ താഴെ വശത്തു നിന്ന് വരാം. രണ്ടാമത്തെ ഭാഗം രണ്ട് വശവും നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ വശം തയ്ക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, ഈ വശം തയ്ക്കുമ്പോൾ താഴെ നിന്ന് മേലേക്കും പോകുന്നു. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഓക്കെ ആയിട്ടുണ്ട്, കാണുന്നില്ല. ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് വെച്ച് കൊടുക്കണം. ഇനിയാണ് ലൈനിങ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്കൊന്ന് കൂടി ഇത് ഓപ്പൺ ചെയ്തിട്ട് തന്നെ വെക്കാം. നമ്മുടെ ലൈനിങ് ആണിത്. ഈ ലൈനിങ്ങിൻ്റെ സെൻറ്റർ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങിൻ്റെ സെൻറ്റർ ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ശ്രദ്ധിക്കാം, ഇനി നമ്മുടെ ലൈനിങ്ങിനെ തയ്ക്കേണ്ടത് ഈ സിബിൻ്റെ മേലെ വെച്ചിട്ടോ. നമ്മളിപ്പോൾ ഈ സിബ് ഇവിടെ വെക്കുന്ന മുന്നേ നമ്മൾ ഈ ലൈനിങ് തയ്ച്ച് ഉള്ളിലേക്ക് മറിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സിബ് ഉണ്ടെന്നേ ഉള്ളൂ, സിബിൻ്റെ ഈ ഒരു തുണ്ട് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ലൈനിങ്ങിനെ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ 3 വശങ്ങളാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിലൊരെണ്ണം ഇവിടെ, ഒരെണ്ണം നെക്ക്, ഒരെണ്ണം ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗം. ഈ 3 ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ ഉള്ളിൽ
നമ്മുടെ ഫ്രണ്ട് പീസും വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ ഫ്രണ്ട് പീസും കൂടി ഇതിനകത്ത് വെക്കുമ്പോൾ എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വരാനുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ പോയിട്ടുള്ളവർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബേക്കിൽ പീസ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിൽ ഈ 2 ഷോൾഡറും കൂടി ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഓവർലോക്ക് ചെയ്ത് കൊടുത്താലും മതി. നമ്മുടെ തയ്ച്ച് വന്ന സിബിൻ്റെ ഭാഗമാണത്, ബാക്ക് സൈഡാണത്. ആ ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് ഇവിടെ ബാക്ക് സൈഡ് ഉണ്ടാവുക.